വളരെയേറെ നിഗൂഢവും അതിനേക്കാൾ ഉപരി സങ്കീർണവുമായ ബഹിരാകാശ വസ്തുക്കളാണ് ബ്ലാക്ക് ഹോൾസ്. അവയുടെ വിചിത്രവും തീവ്രവുമായ സ്വഭാവ ഗുണങ്ങൾ നമ്മെ എപ്പോഴും അമ്പരപ്പിക്കുന്നവയാണ്. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ നക്ഷത്രമാണെന്ന് കരുതപ്പെടുന്ന സ്റ്റീഫൻസൺ 2-180 പോലെയുള്ള ഭീമൻ നക്ഷത്രങ്ങളായാലും പ്രപഞ്ചത്തിൽ ഏറ്റവും ശക്തമായ മാഗ്നറ്റിക് ഫീൽഡുള്ള മാഗ്നറ്റാർ നക്ഷത്രമായിരുന്നാലും തൊടുന്ന എല്ലാ വസ്തുക്കളെയും നശിപ്പിക്കുന്ന മാരകമായ സ്ട്രേഞ്ച് മാറ്റർ ആയാലും അങ്ങനെ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നമുക്കറിയാവുന്ന ഏതൊരു വസ്തുവായിരുന്നാലും ശരി, അത് ചെന്ന് ഒരു ബ്ലാക്ക് ഹോളുമായി കൂട്ടിയിടിക്കുകയാണെങ്കിൽ ആ ബ്ലാക്ക് ഹോൾ അവയെ തകർക്കുകയും വിഴുങ്ങുകയും ചെയ്യും. എന്തിനേറെ പറയുന്നു, പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് പോലും ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ നിന്നും പുറത്തു കടക്കാനാകില്ല. സമയത്തിനും യാഥാർത്ഥ്യത്തിനും പോലും ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസോണിനുള്ളിൽ പ്രസക്തിയില്ല. അത്രയേറെ വിചിത്രവും അതിതീവ്രവുമായ വസ്തുക്കളാണ് ബ്ലാക്ക് ഹോൾസ്. അങ്ങനെയെങ്കിൽ രണ്ട് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനൊരു കൂട്ടിയിടി എത്രത്തോളം തീവ്രമായിരിക്കും? നമുക്ക് നോക്കാം. പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ കഴിയാത്തയത്ര ശക്തമായ ഗുരുത്വാകർഷണ ബലമുള്ള വസ്തുക്കളാണ് ബ്ലാക്ക് ഹോൾസ്. സ്പേസും ടൈമും വരെ ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസോൺ കടക്കുമ്പോൾ തകർന്നു പോകും. അതിനാൽ തന്നെ നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിലെ നിയമങ്ങളൊന്നും ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ പ്രാവർത്തികമല്ല. പണ്ട് ബ്ലാക്ക് ഹോൾസ് എന്നത് വെറും ഒരു സിദ്ധാന്തം മാത്രമായിരുന്നു. തന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ 1916 ആൽബർട്ട് ഐൻസ്റ്റൈൻ ബ്ലാക്ക് ഹോൾസിനെ വിവരിച്ചുവെങ്കിലും ശരിക്കും ജോൺ മിച്ചൽ എന്ന ഇംഗ്ലീഷ് തത്വചിന്തകൻ 1783 തന്നെ ബ്ലാക്ക് ഹോൾസിന്റെ ആശയം മുന്നോട്ട് കൊണ്ടുവന്നതാണ്. ശേഷം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് കൂടുതൽ പേരും ബ്ലാക്ക് ഹോൾസ് എന്ന ആശയത്തിന് പ്രാധാന്യം നൽകി തുടങ്ങിയത്. എങ്കിലും ഇവയിൽ നിന്നും പ്രകാശം പുറത്തു വരാത്തതിനാൽ തന്നെ ഇവയെ കണ്ടുപിടിക്കാൻ പണ്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ നമ്മുടെ സാങ്കേതിക വിദ്യകൾ കൂടുതൽ പുരോഗമിക്കുകയും കൂടുതൽ ശക്തമായ ടെലസ്കോപ്പുകൾ നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ബഹിരാകാശത്തിൽ പലയിടങ്ങളിലായിട്ട് മറഞ്ഞുകിടന്ന ബ്ലാക്ക് ഹോളുകളെ ഓരോന്നോരോന്നായി നമ്മൾ കണ്ടെത്താൻ തുടങ്ങി. ഇവയുടെ അക്രീഷൻ ഡിസ്കിലൂടെയും മറ്റ് ബഹിരാകാശ വസ്തുക്കളിൽ ഇവ ചെലുത്തുന്ന ഗുരുത്വാകർഷണ ബലത്തിന്റെ ആധിക്യത്തിലൂടെയും മാത്രമേ ബ്ലാക്ക് ഹോൾസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇന്ന് നമ്മൾ 1000-ൽ കൂടുതൽ ബ്ലാക്ക് ഹോൾസിന്റെ നിലനിൽപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല 2019-ൽ ഒരു ബ്ലാക്ക് ഹോളിന്റെ ചിത്രവും പകർത്താൻ സാധിച്ചു. അങ്ങനെ വെറും ഒരു സിദ്ധാന്തമെന്ന നിലയിൽ നിന്നും ബ്ലാക്ക് ഹോൾ ഒരു യാഥാർത്ഥ്യമായിട്ട് മാറി. എന്നാൽ അപ്പോഴും ബ്ലാക്ക് ഹോളുകളെ കുറിച്ചുള്ള ധാരാളം സംശയങ്ങൾ നമുക്ക് അന്നുണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട സംശയമെന്നത് രണ്ട് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ എന്ത് സംഭവിക്കും എന്നതായിരുന്നു. ഈ സംശയത്തിനുള്ള ഉത്തരം ബഹിരാകാശ ഗവേഷകർക്ക് ലഭിച്ചിട്ടുമുണ്ട്. 2019-ൽ രണ്ട് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് കാണാൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചു. നാസയിലും ESAയിലുമുള്ള ശാസ്ത്രജ്ഞർക്ക് ഈ കൂട്ടിയിടിയുടെ സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇത്തരം സംഭവങ്ങൾ മുൻപും നമ്മുടെ ടെലസ്കോപ്പുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ രണ്ട് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സംഭവം ഇതാദ്യമായിട്ടായിരുന്നു ഇത്രയും അടുത്തായിട്ട് ശാസ്ത്രജ്ഞർ കാണുന്നത്. ഭൂമിയിൽ നിന്നും ഏകദേശം 700 കോടി പ്രകാശവർഷങ്ങൾക്കകലെയാണ് ഈ കൂട്ടിയിടി സംഭവിച്ചത്. GW190521 എന്നാണ് ഈ സംഭവ സ്ഥലത്തിനു നൽകിയിരിക്കുന്ന പേര്. ഇവിടെ രണ്ട് ബ്ലാക്ക് ഹോൾസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ബ്ലാക്ക് ഹോളിന് ഏകദേശം നമ്മുടെ സൂര്യന്റെ 85 മടങ്ങ് മാസും രണ്ടാമത്തേതിന് നമ്മുടെ സൂര്യന്റെ 66 മടങ്ങ് മാസുമാണ് ഉണ്ടായിരുന്നത്. ഇവ രണ്ടും തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ രണ്ട് ബ്ലാക്ക് ഹോൾസും കൂടിച്ചേർന്ന് ഒരൊറ്റ വലിയ ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറുകയാണ് ചെയ്തത്. പക്ഷേ ഈ പുതിയ ബ്ലാക്ക് ഹോളിന് ഏകദേശം സൂര്യന്റെ 142 മടങ്ങ് മാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള മാസ്, അതായത് സൂര്യന്റെ 9 മടങ്ങോളം വരുന്ന മാസ് മുഴുവൻ ഇവ കൂടിച്ചേരുന്ന പ്രക്രിയക്കിടയിൽ ഊർജമായിട്ട് മാറുകയുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, പല ശതകോടിക്കണക്കിന് അണുബോംബുകൾ പൊട്ടിക്കുന്നതിന് സമാനമായ ഊർജമാണ് ഓരോ സെക്കൻഡിലും നമ്മുടെ സൂര്യന്റെ മധ്യഭാഗത്തിൽ നിന്ന് മാത്രം പുറത്തു വരുന്നത്. എന്നുവെച്ചാൽ സൂര്യൻ ഒരു സെക്കൻഡിൽ പുറത്തുവിടുന്ന ഊർജം മുഴുവനും ശേഖരിച്ചാൽ പിന്നെ ലോകത്തിന് മുഴുവൻ ലക്ഷക്കണക്കിന് വർഷങ്ങളോളം കാലം വരെ വേറെ ഊർജ സ്രോതസ്സിന്റെ ആവശ്യമില്ല.
അപ്പോൾ സൂര്യനെ പോലെയുള്ള 9 നക്ഷത്രങ്ങളുടെ മുഴുവൻ മാറ്ററും ഒരേ സമയം ഊർജമായി മാറിയാൽ അതെത്രമാത്രം തീവ്രമായ ഊർജ പ്രവാഹമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. അതും വെറും 100 മില്ലി സെക്കൻഡ്സ് നേരം കൊണ്ട് മാത്രമാണ് ഇത്രയും ഊർജവും പുറത്തു വന്നത്. അതായത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട്. ഇത്രയും വലിയ ഊർജ പ്രവാഹം ഗ്രാവിറ്റേഷണൽ വേവ്സിന്റെ രൂപത്തിലാണ് അവയിൽ നിന്നും പുറത്തു വന്നത്. കാലിഫോർണിയയിലെ ലിഗോ ഒബ്സർവേറ്ററിയിലൂടെയാണ് ഇതിന്റെ സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്തത്. ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് നമ്മുടെ ഭൂമിയിലെത്താൻ 700 കോടി വർഷങ്ങളെടുത്തു. ഗ്രാവിറ്റി എന്നത് ശരിക്കും ദുർബലമായ ഒരു ശക്തിയാണ്. അതിനാൽ തന്നെ ഇത്രയും വലിയ തീവ്രമായ ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണെങ്കിൽ പോലും ഇത്രയേറെ ദൂരം സഞ്ചരിച്ചു വന്നതിനാൽ അവ തീരെ ദുർബലമായി മാറിയിരുന്നു. സാധാരണ ടെലസ്കോപ്പുകൾ വഴിയും മറ്റുപകരണങ്ങളിലൂടെയും ഒന്നും തന്നെ ഇത്തരം ഗ്രാവിറ്റേഷണൽ വേവ്സിനെ ഡിറ്റക്ട് ചെയ്യാനാകില്ല. അതുകൊണ്ടാണ് അവർ ലിഗോ ഒബ്സർവേറ്ററി നിർമ്മിച്ചത്. ഇതിന് തീരെ ദുർബലമായ ഗ്രാവിറ്റേഷണൽ വേവ്സിനെ പോലും ഡിറ്റക്ട് ചെയ്യാനാകും. എന്തായാലും വെറും 100 മില്ലി സെക്കൻഡ്സ് നേരത്തേക്ക് മാത്രമാണ് സിഗ്നൽസ് വന്നതെങ്കിലും ബ്ലാക്ക് ഹോൾ കൊളീഷനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ അതിലടങ്ങിയിട്ടുണ്ടായിരുന്നു. നക്ഷത്രങ്ങളെ പോലെ അല്ലെങ്കിൽ മറ്റേതൊരു തരം ബഹിരാകാശ വസ്തുക്കളെയും പോലെ ബ്ലാക്ക് ഹോൾസും ബൈനറി സിസ്റ്റമായിട്ട് നിലനിൽക്കാറുണ്ട്. അതായത് 2 ബഹിരാകാശ വസ്തുക്കൾ ആ വസ്തുക്കൾക്കിടയിലുള്ള ഒരു പൊതുവായ മധ്യഭാഗത്തിന് ചുറ്റും പരസ്പരം വലം വെച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനെയാണ് ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്തരം ബ്ലാക്ക് ഹോളുകൾ പരസ്പരം വലം വെക്കുന്ന വേഗത നിരന്തരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയും അവ പതിയെ പതിയെ അടുത്തോട്ട് വരികയും ചെയ്യും. കാലക്രമേണ ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വാധീനം കാരണം ഇവ രണ്ടിനുമിടയിലുള്ള അകലം കുറഞ്ഞ് ഇവ വളരെ അടുത്തെത്തുകയും അവസാനം തമ്മിൽ കൂട്ടിയിടിക്കുകയും ചെയ്യും. കൂട്ടിയിടിക്കുമ്പോൾ ഈ 2 ബ്ലാക്ക് ഹോൾസും കൂടി ചേർന്ന് ആ 2 ബ്ലാക്ക് ഹോളുകളെക്കാളും കൂടുതൽ വലിപ്പമുള്ള പുതിയൊരു ബ്ലാക്ക് ഹോളായി മാറും. ഇങ്ങനെ കൂടിച്ചേരുന്ന സമയത്തിൽ ഇവയിൽ നിന്നും കുറച്ച് മാസ് ഗ്രാവിറ്റേഷണൽ വേവ്സിന്റെ രൂപത്തിൽ ഊർജമായി മാറി അത് പുറന്തള്ളപ്പെടും. ഈ പുറന്തള്ളപ്പെടുന്ന ഊർജം നേരത്തെ പറഞ്ഞതുപോലെ അത്യധികം തീവ്രമായിരിക്കും. ഇതുപോലെ ചിലപ്പോൾ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂട്ടിയിടിക്കാനും സാധ്യതയുണ്ട്. സാധാരണ ഗാലക്സികളുടെ മധ്യഭാഗത്തിൽ കാണപ്പെടുന്ന അതിബൃഹത്തായ ഭീമൻ ബ്ലാക്ക് ഹോൾസ് ആണ് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ്. അപ്പോൾ 2 ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്തിൽ ചിലപ്പോൾ ഒരു ബ്ലാക്ക് ഹോൾ പുറന്തള്ളപ്പെടുകയും മറ്റേ ബ്ലാക്ക് ഹോൾ ഗാലക്സിയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ ചില അവസരങ്ങളിൽ അവ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൂട്ടിയിടിക്കുകയാണെങ്കിൽ അതിൽ നിന്നും പുറത്തു വരുന്ന ഊർജം എന്നത് വളരെ വളരെ വലുതായിരിക്കും. കാരണം നമ്മുടെ സൂര്യന്റെ ദശലക്ഷക്കണക്കിന് മുതൽ പല കോടി മടങ്ങ് വരെ മാസുള്ള ബ്ലാക്ക് ഹോളുകളാണ് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ്. ബൈനറി ബ്ലാക്ക് ഹോൾ സിസ്റ്റത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ് NGC 1128. ഇത് ഏകദേശം 30 കോടി പ്രകാശവർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗാലക്സിയാണ്. 2 വലിയ എലിപ്റ്റിക്കൽ ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോഴുണ്ടായതാണ് ഈ ഗാലക്സി. ഇതിന്റെ മധ്യഭാഗത്തിൽ ഇപ്പോൾ 2 സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ ബൈനറി സിസ്റ്റമായിട്ട് നിലനിൽക്കുകയാണ്. ഈ ഗാലക്സിയുടെ മധ്യഭാഗത്തിൽ നിന്നും 4 ജെറ്റ് സ്ട്രീംസ് വരുന്നത് കാണാൻ കഴിയും. അത് ശരിക്കും ഈ 2 ബ്ലാക്ക് ഹോൾസിന്റെയും അക്രീഷൻ ഡിസ്കിൽ നിന്നും വമിക്കുന്ന ഊർജമാണ്. ഇവയ്ക്കിടയിൽ ഏകദേശം 25,000 പ്രകാശവർഷങ്ങളുടെ ദൂരമുണ്ട്. അതിനാൽ തന്നെ ഇവ തമ്മിൽ കൂട്ടിയിടിക്കാൻ ഇനിയും പല ലക്ഷം വർഷങ്ങളെടുക്കും. ഇതുപോലെ ഏകദേശം 40 കോടി പ്രകാശവർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഗാലക്സിയാണ് സ്റ്റാർ ഫിഷ് ഗാലക്സി. 3 ഗാലക്സികൾ കൂടിച്ചേർന്നാണ് സ്റ്റാർ ഫിഷിന് സമാനമായ രൂപത്തിൽ ഇത് മാറിയത്. ആ 3 ഗാലക്സികളിലെയും സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ ഇപ്പോൾ ഇതിന്റെ മധ്യഭാഗത്തിൽ ഒരു ട്രിപ്പിൾ സിസ്റ്റമായിട്ട് നിലനിൽക്കുകയാണ്. ഇതിൽ 2 എണ്ണം വളരെ വലിയ ആക്റ്റീവായ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് ആണ്. ഒന്നാമത്തേതിന് നമ്മുടെ സൂര്യന്റെ 36 കോടി മടങ്ങ് മാസും രണ്ടാമത്തേതിന് 71 കോടി മടങ്ങ് മാസുമുണ്ട്. മൂന്നാമത്തേത് താരതമ്യേന ചെറുതാണ്. അതിന് ഏകദേശം സൂര്യന്റെ 9 കോടി മടങ്ങ് മാസ് മാത്രമേ ഉള്ളൂ. ഇനി 42 കോടി പ്രകാശവർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഗാലക്സിയാണ് NGC 3758. ഇതും 2 വലിയ എലിപ്റ്റിക്കൽ ഗാലക്സികൾ കൂടിച്ചേർന്നുണ്ടായ ഗാലക്സിയാണ്. ഇതിന്റെ മധ്യഭാഗത്തിലും 2 സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ നിലനിൽക്കുന്നുണ്ട്. അവയ്ക്കിടയിൽ വെറും 10,000 പ്രകാശവർഷങ്ങളുടെ ദൂരം മാത്രമേ ഉള്ളൂ.
ഇത്തരം സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവയിൽ നിന്നും വരുന്ന ഊർജം എന്നത് ശരിക്കും അത്ഭുതകരമാണ്. 2016 ഏകദേശം 1000 പേരോളം അടങ്ങുന്ന ഒരു സംഘം ഗവേഷകർ ലിഗോ ഒബ്സർവേറ്ററിയിലൂടെ ഒരു ഗ്രാവിറ്റേഷണൽ വേവ് ഡിറ്റക്ട് ചെയ്തു. അത് ഏകദേശം 1340 കോടി പ്രകാശവർഷങ്ങൾക്കകലെ സംഭവിച്ച ഒരു ബ്ലാക്ക് ഹോൾ കൊളീഷനിൽ നിന്നും വന്ന ഊർജമാണ്. വെറും 20 മില്ലി സെക്കൻഡ് നേരത്തേക്ക് മാത്രമാണ് ഈ ഊർജ പ്രവാഹം സംഭവിച്ചത്. എന്നാൽ ഈ കൂട്ടിയിടിയിലൂടെ പുറത്തു വന്ന ഊർജം എത്രയായിരിക്കുമെന്ന് കണക്കുകൂട്ടി നോക്കിയപ്പോൾ അവർ വളരെയധികം അതിശയിച്ചു പോയി. കാരണം 20 മില്ലി സെക്കൻഡ് നേരത്തിൽ ഈ ദൃശ്യപ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളും എത്രത്തോളം ഊർജം പുറത്തുവിടുമോ അത്രയേറെ ഊർജം ഈ കൂട്ടിയിടിയിൽ നിന്നും പുറത്തു വന്നു. ഇതുവരേക്കും നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ദൃശ്യപ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഊർജ പ്രവാഹത്തിലൊന്നായിരുന്നു ഇത്. എന്തായാലും ബ്ലാക്ക് ഹോൾസ് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല. നമ്മുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന് പോലും ഇതിനെ പൂർണ്ണമായും വിവരിക്കാനാകില്ല. അത്രയേറെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ് ബ്ലാക്ക് ഹോൾ കൊളീഷൻ. ഇതിന്റെ പ്രക്രിയകളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഇനിയും ഒത്തിരിയേറെ നിരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. പക്ഷേ നമുക്കറിയാവുന്ന കാര്യമെന്നത് പല ശതകോടിക്കണക്കിന് സൂപ്പർനോവകളിൽ നിന്നും വരുന്ന ഊർജത്തിനു സമാനമായ ഊർജമാണ് രണ്ട് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്നത്. അതുമാത്രമല്ല, ഈ ഊർജത്തിൽ ഭൂരിഭാഗവും ഗ്രാവിറ്റേഷണൽ വേവ്സിന്റെ രൂപത്തിലാണ് വമിക്കുന്നത്. നമ്മുടെ ഗാലക്സിയിൽ തന്നെയുള്ള രണ്ട് വലിയ ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ അത് നമ്മുടെ ഭൂമിയെ ബാധിക്കുമോ? ഇതുവരേക്കും നടത്തിയ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയത് വെച്ച് നോക്കുമ്പോൾ ബ്ലാക്ക് ഹോൾസ് വളരെ അടുത്തു വരുന്ന സമയത്തിൽ അവയുടെ അക്രീഷൻ ഡിസ്കുകൾ വളരെ വേഗം കറങ്ങാൻ തുടങ്ങുകയും അത് അത്യധികം ചൂടാവുകയും ചെയ്യും. അതിന്റെ അനന്തരഫലമായി അക്രീഷൻ ഡിസ്കുകളിൽ നിന്നും വലിയ തോതിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വമിക്കപ്പെടും. അതിൽ പ്രധാനമായും UV കിരണങ്ങളും എക്സ്റേ കിരണങ്ങളുമായിരിക്കും ഉള്ളത്. അതിനാൽ തന്നെ ഇത്തരം ഒരു കൂട്ടിയിടി നമ്മുടെ ഭൂമിയുടെ അടുത്ത് സംഭവിക്കുകയാണെങ്കിൽ ഈ റേഡിയേഷൻ കാരണം ഭൂമിയുടെ മാഗ്നറ്റോസ്ഫിയറും ഓസോൺ പാളിയും പൂർണ്ണമായും തകർന്നു പോകും. അപ്പോൾ ഉപരിതലത്തിൽ പിന്നെ യാതൊരു തരം ജീവനും നിലനിൽക്കാനാകില്ല. ആഴക്കടലിലുള്ള ജീവികൾ മാത്രമായിരിക്കും ഇതിൽ അതിജീവിക്കുന്നത്. അതുമാത്രമല്ല, ഗ്രാവിറ്റേഷണൽ വേവ്സ് വളരെ ശക്തമാണെങ്കിൽ അത് നമ്മുടെ ഭൂമിയെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ അതിഭീകരമായ ഭൂമി കുലുക്കങ്ങളും ഭയാനകമായ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും സംഭവിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു മഹാവംശനാശം. അങ്ങനൊരവസ്ഥയിൽ നിന്നും ഭൂമി തിരിച്ച് പഴയതുപോലെയായി മാറാൻ പിന്നെ പല കോടിക്കണക്കിന് വർഷങ്ങളെടുക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.